മനുഷ്യരെ പോലെ കലകൾക്കും ചില ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് സ്വഭാവങ്ങളുണ്ട്. ചില കാലങ്ങളിൽ ചില കലകൾ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന് മൺമറഞ്ഞു പോകും. അത്തരത്തിൽ ഇൻട്രോവേർട്ട് സ്വഭാവമുള്ള കലകളെ പുനരുജ്ജീവിപ്പിക്കാനും സമൂഹത്തിൽ നിലനിർത്താനും ഈ സമൂഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഉത്ഭവിച്ച കലാരൂപമാണ് കാവടിച്ചിന്ത്. ചിന്തുപാട്ട് വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ആവിർഭവിച്ച് കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും നിലകൊള്ളുന്ന കലാരൂപമാണ് കാവടിച്ചിന്ത്. അതാണ് മുരുകൻ്റെ സ്തുതികൾ, മുരുകൻ്റെ ജനനം എല്ലാം ഉണ്ട് ഇതിൽ. ഈ ശാസ്താംപാട്ടിൻ്റെ മാതിരി തന്നെ മുരുകനും ഉത്ഭവം ഉണ്ടല്ലോ, ആ ഉത്ഭവത്തിൻ്റെ കഥകൾ പാടി കുമ്മി രൂപത്തിൽ ആടി കൊടുക്കണം നമ്മൾ. ഇപ്പോൾ എന്ന് വെച്ചാൽ ആടി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുമ്മി അടിച്ചു കൊടുക്കണം. ഇപ്പോൾ തുള്ളക്കാർക്കാണ് നമ്മൾ ശാസ്താംപാട്ട് ഇരുന്ന് പാടുന്നു. കാവടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുള്ളാനുള്ള ആവേശം പകർന്നു കൊടുക്കണം. അതിൻ്റെ ഒരു രണ്ടടിയാണ് ഇപ്പോൾ ഈ പാട്ട് പാടുന്നത്. നീരയ്യ കാവേരി, നീരയ്യ കാവേരി മുരുക നിത്യമയ്യ ശംഖുനാദം നാനേ നന്നേ നാനേ നന്നേ നാനേ നന്നേ നാനേ നന്ന അത് കൊടുക്കുകയാണ്. അതാണ് അതിൻ്റെ കാവടിച്ചിന്തിൻ്റെ. ഇപ്പം നമ്മൾ കാവടിച്ചിന്തെന്ന് പറയാം. ഇപ്പം ചിന്തുപാട്ടെന്നാണ് പറയാം. അതിൽ അയ്യപ്പൻ്റെയും പാടും, മുരുകൻ്റെയും പാടും, ഭഗവതിയുടെയും പാടും, മറ്റേ ശ്രീരാമൻ്റെയും പാടും, ശിവൻ്റെയും ഒക്കെ പാടും. അങ്ങനെ ഇപ്പോൾ ചിന്തുപാട്ടെന്നറിയപ്പെടുന്ന ഈ നാടോടി ഭക്തിഗാനങ്ങൾ പ്രധാനമായും അയ്യപ്പൻ, മുരുകൻ, ദേവി തുടങ്ങിയവരുടെ ഈശ്വരസ്തുതികളാണ്. തേരയ്യ തൈപ്പൂയം മുരുക ദേശത്താൽ കൊണ്ടാടി നാനേ നന്നേ നാനേ നന്നേ നാനേ നന്നേ നാനേ നന്ന. ഉത്സവങ്ങൾ, കാവടി മഹോത്സവം പോലുള്ള ചടങ്ങുകൾ എന്നിവയോടനുബന്ധിച്ചാണ് ഈ പാട്ടുകൾ കൂടുതലും ആലപിക്കാറ്. ഇപ്പോൾ ഈ കലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ മത്സരങ്ങൾ നടന്നു വരുന്നു. നമ്മൾ 2000-ത്തിലാണ് ഈ ശാസ്താംപാട്ട് ചിന്ത് സൗഹൃദ മത്സരം തുടങ്ങിയിട്ടുള്ളത്. അതിൽ ആദ്യ കാലഘട്ടങ്ങളിലെ ജഡ്ജസ് വെച്ചിട്ടുള്ള പരിപാടികളായിരുന്നു. പിന്നീട് അത് നമ്മൾ എല്ലാ തവണയും ഒരേ ടീമിന് കിട്ടുന്നു ഉള്ളതുകൊണ്ട് അത് സൗഹൃദ മത്സരമാക്കിയിട്ട് നറുക്കെടുപ്പാക്കി. അപ്പോൾ അതിലൂടെ വെച്ചാൽ പലർക്കും ഇത് കിട്ടാനൊരു അവസരം വരികയാണ്. ഇതിപ്പോൾ 25ാമത്തെ വർഷമാണ്. അപ്പോൾ നമ്മൾ രജത ജൂബിലിയായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. അത്തരത്തിലൊന്നാണ് തൃശ്ശൂർ മരത്തോമ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചിന്തുപാട്ട് സൗഹൃദ മത്സരം. ഇപ്പം ഞാനൊരു 8 വർഷത്തോളമായിട്ട് പാടാറുണ്ട്. അടുത്തുള്ള അമ്പലങ്ങളിലും മറ്റ് വേദികളിലൊക്കെ പാടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെയും പാടാനൊരു അവസരം കിട്ടി. വെള്ളി വേൽധര വള്ളി നായക പുള്ളി മാമയിലേറിവാ ഉള്ളിലുള്ള അഴൽ തള്ളി നീക്കണേ വെള്ളി മാമലൈ വേലവാ. മണ്ഡലകാലത്ത് അയ്യപ്പൻ വിളക്കിനൊപ്പമുള്ള ശാസ്താംപാട്ടിന് സമാനമാണ് ചിന്തുപാട്ട്. ക്ഷേത്രോത്സവങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ബന്ധപ്പെട്ട് ഇവ അവതരിപ്പിക്കപ്പെടുന്നു. ചിന്തുപാട്ട് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ മുരുകസ്തുതികളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ പുതിയ സ്റ്റൈൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പല ഭഗവാന്മാരും ഭഗവതിമാരും എല്ലാവരും സ്തുതികൾ പാടിയാണ് ചിന്തുപാടുക എന്നുള്ളത്. ഇപ്പോൾ ഒരു കൃഷ്ണനെ പാടിയാൽ ഒരു മുരുകനെ പാടും, അയ്യപ്പനെ പാടും, ദേവീനെ പാടും. അങ്ങനെ അതിലൊരു കഥയില്ല. എല്ലാ പാട്ടും അതിൽ ഉൾക്കൊള്ളിക്കും.
പാട്ട് എന്ന് പറഞ്ഞാൽ മുരുകൻ്റെ പഴനി മുരുകൻ്റെ പാട്ടാണ് അധികം പാടുക. പിന്നെ മറ്റുള്ള ഈ അയ്യപ്പൻ്റെ പാട്ട് പാടും, ഭഗവതിയുടെ പാട്ട് പാടും, അതൊക്കെ ഇതിൽ പാടും. പക്ഷെ മെയിനായിട്ട് പാടുക മുരുകൻ്റെയാണ്. മാറ്റങ്ങൾ കണ്ടുപോകാനുണ്ട്. പണ്ടത്തെ പോലെ പാടാനൊന്നും ഇപ്പോൾ ആർക്കും സാധിക്കില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആശാന്മാരെന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായിട്ടുള്ള ആശാന്മാരായിരുന്നു. പ്രഭാകരമേനോൻ, ഒരു പിന്നെ പ്ലാന്തോട്ട അയ്യപ്പൻ നായർ, അങ്ങനെയുള്ള വലിയ വലിയ പ്രഗത്ഭമതികളായിരുന്നു ഞങ്ങളുടെ ആശാൻ്റെ ആശാന്മാർ. പക്ഷേ ഇന്ന് അവരുടെ കാലം കഴിഞ്ഞു പോയി. ഇപ്പം അതുപോലെയൊന്നും ആരും പാടണമില്ല, ഒന്നുമില്ല, എന്തെങ്കിലും പാടും. വൃശ്ചികം 1 മുതൽ ധനുമാസം 10 വരെയുള്ള കാലഘട്ടങ്ങളിൽ മധ്യകേരളത്തിൽ ചിന്തുപാട്ട് സജീവമാണ്. ലളിതവും വേഗത്തിലുള്ളതുമായ ഈണങ്ങളോടുകൂടിയ നാടൻപാട്ടിൻ്റെ ശൈലിയിലുള്ള ചിന്തുപാട്ട് വീണ്ടും ജനകീയമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. തന്നാനം താനേ, തനനാനേ തുടങ്ങിയ വായ്ത്താരികൾ ചിന്തുപാട്ടുകളിൽ സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. കാവടിച്ചിന്ത് 44 വർഷത്തോളമായിട്ട് ഞാൻ പാടുന്നതാണ്. ഇന്നിപ്പോൾ ഗണപതി ഇവിടെ ഞാനാണ് പാടിയത്. ചിന്ത് കലാകാര സമിതിയിൽ ഇന്ന് നിലവിലുള്ള ചിന്തുപാട്ടല്ല ശരിക്കും ചിന്തുപാട്ട്. തനിമയാർന്ന പഴയകാല കാവടി ചിന്തുപാട്ടുകളുണ്ട്. വണ്ണത്തിന്ന മാവേ തെള്ളിயை ഉണ്ണം വാഴ്ക്കൈ കുறை കുല വള്ളിயை ഉയിർ വാങ്കോ പിറൈന്തിട്ട കള്ളിயை ഇരുവടை മോരുതി மிதியாம் மணி புயல் மீ தனி பலை மாமணி மாலை படீரீன தெள்ளியை பீழை മാൻമതി വീശെன்று വള്ളിயை. 4-ാം താളത്തിലെ പാട്ടാണ്. അത് മുത്താളത്തിലും പാടാം, മാറി മാറി പാടുന്നതാണ്. ഇതുപോലുള്ള പഴയകാല നമ്മുടെ സ്തുതിപ്പുകളാണ് വേണ്ടത്. പണ്ട് മുരുകസ്തുതി മാത്രമാണ് കാവടിച്ചിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് മറ്റെല്ലാ ദേവന്മാരെയുണ്ട്, അതിന് വിരോധമില്ല. പക്ഷേ ഇന്നത്തെ കല മാറി. ഇന്ന് ഓണംകളി പോലുള്ള മറ്റുള്ള പാട്ടുകളിലേക്കാണ് പോകുന്നത്. നമ്മുടെ തനിമയാർന്ന ആ പഴയ കാവടിച്ചിലേക്ക് വരണമെന്നുള്ള ആ ഒരു പ്രമോഷനും കൂടിയാണ് നമ്മൾ ഈ വേദിയിൽ കൊടുക്കുന്നത്. അപ്പം പഴയ പാട്ടുകൾക്ക് ഇപ്പോഴത്തെ പാട്ടുകളുടെ ഇമ്പമല്ല. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ കൂടുതൽ അതിൽ എന്താ പറയുക നാടകീയത വന്നു തുടങ്ങി. കൂടുതൽ നമുക്ക് ശബ്ദവാദ്യഘോഷമേളങ്ങളുടെ ഒരു പ്രസരണമാണ് അതിൽ. പക്ഷെ മറ്റതിൻ്റെ ഒരു ലാളിത്യവും പഴയ പാട്ടുകളുടെ ഒരു സൗകുമാര്യമൊന്നും ഇപ്പോഴത്തേലില്ല. എങ്കിലും പഴയ പാട്ടുകളോടുള്ളൊരു അത് കേൾക്കുമ്പോൾ നമ്മൾ അതിൽ ലയിച്ചു പോവും, തനിയെ ലയിച്ചു പോവും. അതാണ് ആശാൻ്റെ പാട്ടുകളോട് ഞങ്ങൾക്ക് ഇത്രയും ഇഷ്ടം. അപ്പം അത് പാടി പഠിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആദ്യകാലങ്ങളിൽ പുരുഷന്മാർ മാത്രം പാടിയിരുന്ന പാട്ടുകൾ ഇപ്പോൾ സ്ത്രീകളും ഏറ്റെടുത്തു തുടങ്ങി. ചിന്തുപാട്ടുകൾക്കായി വനിതാ സംഘങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുണ്ട്. ഞങ്ങൾക്കൊരു കുടുംബ യൂണിറ്റ് ഉണ്ട്. അവിടെ ഞങ്ങൾ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. ഇത് പ്രത്യേകിച്ചൊരു ദൈവികമായൊരു കലയാണ്. അതിനോട് ഞങ്ങൾക്ക് കുറച്ച് ആഭിമുഖ്യമുണ്ട്. പിന്നെ ഞങ്ങളുടെ പൂർവികരാണെങ്കിലും കുറച്ച് പേര് ഇതിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സാമീപ്യമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ വനിതകൾ ഇപ്പോൾ ഇവിടെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ യുവതലമുറയും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കലകൾക്കൊന്നും ഒരു നാശം വരുന്നില്ല. അതാണ് ഇതിൽ ഞങ്ങൾ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. പഴയ തലമുറ പോകുന്നതോടുകൂടി ഇതൊക്കെ നശിച്ചു പോകുന്നുള്ള ഒരു ചിന്തയെ വേണ്ട. എല്ലാവരും ഇതിലേക്ക് ആകൃഷ്ടരാവുന്നുണ്ടെന്നുള്ളതൊരു വലിയ കാര്യം. പിന്നെ പലരുടെ ഉള്ളിലൊരു സംഗീതമുണ്ട്. ഞാനൊന്നും പാടില്ലായിരുന്നു. പക്ഷെ ആശാൻ നമ്മളോട് പറയാ, എന്തിനാ പേടിക്കണേ, ഇങ്ങോട്ട് പോരേ എന്ന് പറയുമ്പോൾ തന്നെ വരികയാണത്. അപ്പം അത് ആ ക്രെഡിറ്റൊക്കെ ആശാന് പോവാണ്. പിന്നെ നമ്മൾ ശരിക്കും ഞങ്ങൾക്കും ഒരു സന്തോഷം. ചിന്തുപാട്ടിൽ പ്രധാനമായും മുരുകസ്തുതിയാണ് ഉണ്ടാകുക. കാലത്തിനനുസരിച്ച് മറ്റ് ദേവീദേവന്മാരുടെ കീർത്തനങ്ങളും ഉൾപ്പെടുത്തി വരുന്നു. ദേവസ്തുതികളും പുരാണ കഥകളും ഭക്തിയും ചില പ്രാദേശിക കഥാസന്ദർഭങ്ങളുമാണ് ചിന്തുപാട്ടിലെ പ്രധാന വിഷയങ്ങൾ. ചിന്തുപാട്ടിൽ സാധാരണ ഉടുക്ക് അത് വലിയ ഉടുക്ക് വലുതായിരിക്കും. അത് ഈ ശാസ്താംപാട്ടിൻ്റെ ഉടുക്ക് ചെറുതാണ്. പിന്നെ കച്ചയുണ്ട്, തൊങ്ങൽ, അതിൻ്റെ സൗണ്ടിൽ വ്യത്യാസമുണ്ട്. മറ്റ് ചെറിയ ഉടുക്ക് കൊട്ടുന്ന പോലെയല്ല. അതിന് പ്രത്യേകം മൂളിച്ചൊക്കെ ഉണ്ട്, മുഴക്കമൊക്കെ ഉണ്ട്.
ആ സമയത്ത് ശാസ്താംപാട്ടിന് അങ്ങനെ വലിപ്പമില്ല, ചെറിയ കൊടുക്കുന്നത്. അത് ഇരുന്ന് പാടും, നമ്മളിരുന്ന് പാടും. അത് മാത്രമല്ല പാട്ടിൻ്റെ ശൈലി വ്യത്യാസമുണ്ട്. ചിന്തുപാട്ടുകൾക്ക് പലയിടങ്ങളിലും വ്യത്യസ്തമായ ചരിത്രമുണ്ട്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ചിലയിടങ്ങളിൽ കാവടിയുമായി ബന്ധപ്പെട്ട നാടോടി പാട്ടുകളാണിത്. നമ്മുടെ ഈ ഭാഗത്തുള്ളതിന് ഒരുവിധം ചിട്ടവട്ടത്തോട് കൂടിയിട്ട് പോകുന്നതാണ്. അയ്യപ്പൻ വിളക്ക് നടത്തുമ്പോൾ അയ്യപ്പൻ വിളക്കിന് നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പീഠപൂജ, അമ്പലം പണിത് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് ആദ്യം തന്നെ ശാസ്താംപാട്ട് തുടങ്ങും. ഗണപതിയും സരസ്വതിയും കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം ദീപാരാധനയുടെ സമയം. ദീപാരാധനയാവുമ്പം മുരുകൻ്റെ പാട്ടുകൾ. എന്നാൽ തെലുങ്കാനയിലെ നാടോടി നാടക കലാരൂപമായ ചിന്തുഭാഗവതവുമായി ഇതിന് ബന്ധമുണ്ട്. തമിഴിൽ ചിന്ത എന്ന വാക്കിന് ഒരു പ്രത്യേക താളത്തിലുള്ള കവിത അല്ലെങ്കിൽ ഈരടി എന്നാണ് അർത്ഥം. തെയ്യം, തിറ തുടങ്ങിയ അനുഷ്ഠാന കലകളിലും ചിന്തുപാട്ടിൻ്റെ സ്വാധീനം കാണാം. ഭക്തിയോടൊപ്പം ഉണർവും സാമൂഹിക ഇഴയെടുപ്പവും നൽകുന്ന ചിന്തുപാട്ടുകൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലും സ്ഥാനം നേടിക്കഴിഞ്ഞു. ചിന്തുപാട്ടുകൾ ഭക്തിയുടെയും ആചാരങ്ങളുടെയും ഭാഗമായതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ ഇവയ്ക്ക് തനതായ സ്ഥാനമുണ്ട്. അങ്ങനെ പതിവ് പോലെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതുമയുള്ള കാഴ്ചകളും വ്യത്യസ്തമാർന്ന വിശേഷങ്ങളും കൂടുതൽ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.